ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയുടെ അടുക്കൽ ഒരു കുട്ടിയെപ്പോലെ പെരുമാറുന്നവർ. ഭയങ്കര കുട്ടിയത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കെട്ടിയോട് പറയും, എൻ്റെ കാക്ക എന്താണ് ഇങ്ങനെ ഒരു പക്വതയില്ലാന്നേ, വെറുതെ കിടന്നിങ്ങനെ പിള്ളേരെക്കാളും കഷ്ടമാണ് എൻ്റെ കെട്ടിയോൻ എന്നാണ്. എടാ, അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? പുറത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ബോൾഡായിട്ടെന്ന് സംസാരിക്കും. അവന് അവനാകാൻ പറ്റുന്നൊരിടമുണ്ട്, അത് നിൻ്റെ മുമ്പിൽ മാത്രമാണ്. മനസ്സിലായോ? പുറത്തെല്ലാം അവനൊരു മുഖം മൂടി ആവശ്യമാണെങ്കിൽ അവന് അവനാകാൻ പറ്റുന്ന സേഫ് സോൺ നിൻ്റെ അടുക്കലാണ്. അതുമാത്രമല്ല, നീ യഥാർത്ഥത്തിൽ അവൻ്റെ രണ്ടാനുമ്മയാണ്. അവൻ കുഞ്ഞിലെ ഒരുപാട് വികൃതിയും അലമ്പും ഒക്കെ ഉമ്മാരുടെ അടുക്കൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് വലുതാകുമ്പോൾ അവൻ്റെ ഉമ്മാരുടെ അടുക്കൽ പോലും കാണിക്കാൻ പറ്റാത്ത വികൃതികൾ ആ പ്രായത്തിലും അവന് കാണിക്കാൻ പറ്റുന്ന ഇടമാണ് അവൻ്റെ ഭാര്യ. ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ നമ്മൾ മലയാളീകരിച്ച് പറയുന്നൊരു പദമാണ്. ഇസ്ലാം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇണയും തുണയും. ഭാര്യ ഇണയാകുമ്പോൾ ഭർത്താവ് തുണയാകണം, ഭർത്താവ് ഇണയാകുമ്പോൾ ഭാര്യ തുണയാകണം. അതുകൊണ്ട് തന്നെ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ വെച്ചിട്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടിത്തം നഷ്ടപ്പെടുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണം എന്നാണ്. കുട്ടിത്തം എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോൾ കെട്ടണമെന്നല്ല കേട്ടോ. അതൊരു കുട്ടിക്കളിയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഭയങ്കര ബോൾഡായതിനു ശേഷം കല്യാണം കഴിച്ചാൽ ജീവിതത്തിൽ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ ഒരു 17 വയസ്സാകുമ്പോൾ എൻ്റെ ഉമ്മാനോട് പറയണം, ഒന്ന് കെട്ടിച്ചൂടുമ്മ, സുന്നത്തെടുക്കാൻ കൊതിയായിട്ടാണുമ്മ. എവിടെ? അങ്ങനെ കഷ്ടപ്പെട്ട് പറഞ്ഞ് 23-ാമത്തെ വയസ്സിൽ സുന്നത്തെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ നേരത്തെ വിവാഹം കഴിക്കുക. ആ ഒരു കുട്ടിത്തവും ആ ഒരു സന്തോഷവും കളിയും ചിരിയും ഒക്കെ നിറഞ്ഞു നിൽക്കണം ലൈഫിൽ. അത് ഹാപ്പി ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടാനും ലൈഫിൽ സന്തോഷം നിറയാനും മാഷാ അല്ലാഹ് ലൈഫ് ഹാപ്പി ആകാനൊക്കെ ഉപകരിക്കും. മനസ്സിലായോ? അപ്പോൾ കെട്ടിയോൻ്റെ കുട്ടിത്തം കാണിക്കാനുള്ള ഒരേ ഒരിടം നിൻ്റെ മടിത്തട്ടാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞൊക്കെ അവന് അവനാകാനുള്ള ഇടം നീ മാത്രമാണ്.